أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. صدق الله العظيم. السلام عليكم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 1995 3 കുടുംബങ്ങൾക്ക് ഭക്ഷണം, ചികിത്സ, വിദ്യാഭ്യാസം എന്നിവ നൽകിക്കൊണ്ടാണ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. സെൻറ്റർ തുടങ്ങി 29 കൊല്ലവും 2 മാസം പിന്നിട്ട് ഇന്ന് അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യം കൊണ്ട് കുറേ സഹോദരി സഹോദരന്മാരുടെ പിന്തുണയും പ്രാർത്ഥനയും കൊണ്ട് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൻ്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത 2300-ലധികം കുടുംബങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഓരോ മാസവും ആശ്വാസം നൽകാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഭർത്താവിൻ്റെ തടൽ നഷ്ടപ്പെട്ട 1243 സഹോദരിമാരും 3000-ഓളം വരുന്ന അവരെ മക്കളും ക്യാൻസറും ട്യൂമറും കിഡ്നി രോഗവും വന്ന് പ്രയാസം അനുഭവിക്കുന്ന തുടർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന തുടർ ചികിത്സ കൃത്യമായി കിട്ടേണ്ട 650-ലധികം രോഗികളും സൈക്കാട്രി ചികിത്സ വേണ്ടി വരുന്ന 50-ലധികം രോഗികളും കൈകാലുകളും അരക്ക് താഴെ തളർന്ന് 100-ഓളം ഭിന്നശേഷി സഹോദരങ്ങളും ആഴ്ചയിൽ 7 ദിവസം ഫിസിയോതെറാപ്പി ചികിത്സക്കെത്തുന്ന 60-ൽ പരം വൈകല്യം വന്ന ഒരുപാട് സഹോദരിമാർ, സ്ട്രോക്ക് വന്നു, ആക്സിഡൻറ്റ് വന്നു ഒക്കെ. അതുപോലെ സ്പീച്ച് തെറാപ്പി ആവശ്യമായ കുട്ടികൾ ഉൾപ്പെടെ 20-ഓളം ആളുകൾക്ക് എല്ലാ ദിവസവും സ്പീച്ച് തെറാപ്പിയും, സ്ഥിരമായി മരുന്ന് കുടിക്കേണ്ട 100-ലധികം രോഗികൾക്ക് കൃത്യമായ മരുന്ന് നൽകിക്കൊണ്ടും ഓരോ ഞായറാഴ്ചയും നമ്മുടെ ജനറൽ ക്ലിനിക്ക് എത്തുന്ന ഒരു 50-ൽ പരം രോഗികൾക്ക് കൃത്യമായി ചികിത്സ നൽകിക്കൊണ്ടും അതുപോലെ റിയാബ് എയ്ഡ് സെൻറ്ററിൽ വീൽ ചെയർ, വാട്ടർ ബെഡ്, എയർ ബെഡ്, ഓക്സിജൻ സിലിണ്ടർ, കട്ടിൽ തുടങ്ങിയ നിരവധി ഉപകരണങ്ങൾ ഉപയോഗപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരും ഓരോ മാസവും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അപാരമായ കൊണ്ട് ബിസ്മി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും ഓർഫൻ കുടുംബങ്ങൾക്ക് കാശ് നൽകിക്കാൻ ഒരുപാട് ആളുകൾ, മാസവരി തരുന്ന ഒരുപാട് ആളുകൾ, സക്കാത്ത് വീതം തരുന്ന ഒരുപാട് ആളുകൾ, വീട് നിർമ്മാണത്തിന് ആവശ്യമായ പൈസ തന്നിട്ട് ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഓരോ മാസത്തിലും ഇവിടെ ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് പച്ചക്കറി തരുന്ന സഹോദരൻ, ഓരോ മാസത്തിലും 100 കണക്കിന് കിലോ മത്സ്യം തരുന്ന സഹോദരൻ, ഭക്ഷ്യക്കിറ്റ് തരുന്ന സഹോദരങ്ങൾ, ഇങ്ങനെ 500-ൽ പരം ആളുകളുടെ പിന്തുണ എല്ലാ മാസത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ 2300-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് താങ്ങും തണലായിട്ട് ബിസ്മി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന ഒരു 10-60ഓളം സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ വജീ മാത്രം ഉദ്ദേശിച്ച് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ രാവും പകലും കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു 60ഓളം വരുന്ന സഹോദരിമാർ, ഇതെല്ലാം അടങ്ങിയതാണ് ബിസ്മി കുടുംബം.
കൂടാതെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന കുറേ നല്ല മനുഷ്യന്മാരെ പിന്തുണയും പ്രാർത്ഥനയും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതെല്ലാം കൂടി ആവുമ്പോഴാണ് ബിസ്മിൻ്റെ പ്രവർത്തനം ഇത്ര സുഖമായി മുന്നോട്ട് കൊണ്ടാൽ നമുക്ക് സാധിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ സ്ഥലപരിമിതി കാരണം വളരെ കുറച്ച് ആളുകളെ വിളിക്കാൻ പറ്റിയിട്ടുള്ളൂ. സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ഈ കുടുംബാംഗങ്ങളായ ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലത്തെ ഒരു 3-4 ആളുകളുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് കുറച്ച് ആളുകളെ വിളിച്ചിട്ടാണ് നമ്മളെ ഈ വർഷത്തെ ബിസ്മി കുടുംബസംഗമം നടക്കുന്നത്. ആവശ്യക്കാരുള്ളിടത്തോളം കാലം ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നിലനിന്ന് പോകണം. അതിന് അള്ളാഹുവിൻ്റെ സഹായവും ഏത് സമയത്ത് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഇത് നിലനിൽക്കാൻ, ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഠിനാധ്വാനം ചെയ്യണം. അള്ളാഹുവിൻ്റെ വജി മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കേണ്ട ഒരു പറ്റും ചെറുപ്പക്കാർ ഇതിന് ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് 29 കൊല്ലം 2 മാസം പിന്നിട്ട വഴികളിൽ ഒരു ബുദ്ധിമുട്ടും വരാതെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലെത്തി. അത് അള്ളാഹുവിൻ്റെ ഔദാര്യം ഒന്നുകൊണ്ടും ഒരുപാട് ആളുകളെ പിന്തുണയും പ്രാർത്ഥനയും കിട്ടിയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിലനിന്ന് പോകണമെങ്കിൽ ഊർജ്ജസ്വലമായ പ്രവർത്തകന്മാർ അടുത്ത തലമുറകളിൽ ഇതിനൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് കടന്നു വരേണ്ടതുണ്ട്. അതിനും അള്ളാഹുവിൻ്റെ സഹായം അത്യാവശ്യമാണ്. നമ്മ ഓരോരുത്തർക്കും അള്ളാഹു വ്യത്യസ്തമായ കഴിവുകളും സൗകര്യങ്ങളും തന്നിട്ടുള്ളത്. പലർക്ക് സമ്പത്തും അധികാരവും സ്വാധീനവും പലതും തന്നിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നാൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ബിസ്മി തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നമ്മളൊരു 3 കുടുംബം കൊണ്ടോട്ടി പരിസരങ്ങളിലാണെങ്കിൽ ഇന്ന് പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലെ പച്ചാപ്പകൽ പോലെ ആന വന്ന് പ്രയാസപ്പെടുന്ന ഒരുപാട് ഏരിയകൾ, പരപ്പനങ്ങാടി മുതൽ കൂട്ടായി അഴിമുഖം കഴിഞ്ഞ് താന്നൂർ, ചാവക്കാട് തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ. ഈ ഏരിയ നിന്നൊക്കെ ആളുകൾ കടന്നു വരുമ്പോൾ അവർ വെറും കൈയോടെ മടക്കുന്ന ഒരു സാഹചര്യം വരാതെ അവർക്ക് ആവുന്നതൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ സെൻറ്റർ കൃത്യമായി നിലനിൽക്കണം. അതിൽ കൂടെ എല്ലാ സഹോദരന്മാരുടെ പ്രാർത്ഥന വേണം. കഴിവിൻ്റെ പരമാവധി മേഖലയിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുള്ള സഹകരണം അത്യാവശ്യമാണ്. നമുക്കെല്ലാം അള്ളാഹു വ്യത്യസ്ത കഴിവുകളാണ് തന്നത്. അതെല്ലാം നാളെ റബ്ബിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. അതിന് ഉത്തരം പറയാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾ സജീവമായി പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രവർത്തനങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കേണ്ട എല്ലാ ആളുകൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രവർത്തനങ്ങൾ 29 കൊല്ലം 2 മാസം പിന്നിടുമ്പോൾ അന്ന് ഒരു ദിവസം 1 ഉറുപ്പ്യ നീക്കി വെച്ചത് മുതൽ 50 പൈസ സംഭാവന നൽകിയത് മുതൽ തുടങ്ങിയ ഈ അവസ്ഥ, ഈ ഒരു കൂട്ടായ്മ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇന്നോളം ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമ്പത്തും ശരീരവും ചെലവഴിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. തിരക്ക് പിടിച്ച സമയമാണ്. MLA തിരുവനന്തപുരത്ത് വരുന്ന വഴിയാണ്. ചെയർപേഴ്സൺ കഴിഞ്ഞ ആഴ്ച യാത്രയിലായിരുന്നു. പലരും പല തിരക്ക് പിടിച്ച സമയമായിട്ട് ഈ ഒരു ഒഴിവ് ദിവസം കിട്ടിയപ്പോൾ നമ്മളെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ബഹുമാനപ്പെട്ട TV ഇബ്രാഹിം സാഹിബ് MLA അവർകൾ, അതുപോലെ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ CA നിത ഷഹീർ, കൗൺസിലർമാരായ റഹ്മത്തുള്ള, ഈ നമ്മളെ ഈ ഡിവിഷനിലെ കൗൺസിലറാണ്, ബിസ്മിയിലെ പ്രവർത്തകനായ കൗൺസിലർ റസാഖ്, ബഹുമാനപ്പെട്ട UP യഹിയ ഖാൻ ഇന്ന് നമുക്ക് പ്രഭാഷണം നടത്തുന്ന വടക്കേ ഇന്ത്യയിൽ, ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ദുരിതം അനുഭവിക്കണം 10,000-കണക്കിൽ മനുഷ്യന്മാരെ കണ്ണീരൊപ്പാൻ ഓടി നടക്കുക. പ്രത്യേകിച്ച് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്കും രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അവരെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി ആ ഭാഗങ്ങളിലൊക്കെ ചെന്ന് മനുഷ്യൻ്റെ വേദന അകറ്റാൻ ഓടി നടക്കുന്ന യഹിയ ഖാൻ സാഹിബ് അവർ, ക്ഷണം സ്വീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് സഹോദരന്മാർ, എല്ലാവർക്കും അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. അവർ ഈ സദസ്സിലേക്ക് രാവിലെ പുറപ്പെട്ട മുതലും ഇവിടെ പിരിഞ്ഞു പോകേണ്ട ഈ സമയം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൽക്കരമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട TV ഇബ്രാഹിം സാഹിബ് MLA അവർകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും.
ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന എഞ്ചിനീയർ മുഹമ്മദ് അസ്ലം സാഹിബ്, ഇതിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള ബിസ്മിയുടെ മഹാനായ കാര്യദർശി ബഹുമാന്യനായ ബഷീർ സാഹിബ്, ഈ വേദിയിലുള്ള കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ പ്രഗത്ഭയായ ചെയർപേഴ്സൺ ശ്രീമതി നിത ഷഹീർ, പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് മാസ്റ്റർ, ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ പ്രിയങ്കരനായ സ്നേഹിതൻ പി റഹ്മത്തുള്ള സാഹിബ്, അതുപോലെ തന്നെ കിറാത്തണത്തിലുള്ള അബ്ദുൽ ഖാദർ സാഹിബ്, ഇവിടെ പഠന സെഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഡോക്ടർ UP യഹിയ ഖാൻ, ഈ പരിപാടിയുടെ മൊത്തം സംഘാടകൻ ആയിട്ടുള്ള ബഹുമാന്യനായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള ഡോക്ടർ P ഉമ്മർ സാഹിബ്, ഈ സദസ്സിൽ ഈ 3 ഫ്ലോറുകളിലായി വന്നെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുട്ടികളെ, ഏറ്റവും മഹത്തായ ഒരു ചടങ്ങിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഇവിടെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1995 സ്ഥാപിതമായ ബിസ്മി, അന്ന് 7 ആളുകൾ മാത്രം ഒപ്പിട്ട ഒരു മിനിറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മിനിറ്റ്സ് 7 ആളുകളിൽ നിന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 70,000 ആളുകൾ തന്നെയെങ്കിലും അതിൻ്റെ പ്രവർത്തകരോ അതിൻ്റെ അനുഭാവികളോ അഭ്യുദയകാംക്ഷികളോ ഒക്കെ ആയി നിൽക്കുകയും, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1000കണക്കിന് ആളുകൾ ഇതിൻ്റെ സംഘാടകരായി പ്രവർത്തകരായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്നത് പോലെ വളർന്നു വന്നിട്ടുള്ള ബിസ്മി, ആ ബിസ്മിയുടെ പ്രവർത്തനം ഇത്ര ഭംഗിയായി അള്ളാഹുവിൽ നിന്ന് സ്വീകാര്യയോഗ്യമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമാണ് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് മനസ്സിന് സായുജ്യം തരുന്ന, സംതൃപ്തി നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലോകം അള്ളാഹുവിൻ്റെ പരീക്ഷണശാലയാണ്. ഉള്ളവനും ഇല്ലാത്തവനും പ്രകൃതി നിയമമാണ് എന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഒരു നിയമമാണ്. ആ കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഉള്ളവനെയും ഇല്ലാത്തവനെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറയുമ്പോൾ സമ്പത്ത് കൊണ്ടുള്ള ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള നിലക്കാണ് നമ്മൾ ആദ്യമൊക്കെ ചിന്തിക്കുക. എന്നാൽ അതിൻ്റെ വിശാലാർത്ഥത്തിലേക്ക് വന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ആരോഗ്യം കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ട് മാത്രമല്ല, സൗകര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, അധികാരങ്ങൾ കൊണ്ട് മാത്രമല്ല, നിരവധി മേഖലയിൽ ഉള്ളവനും ഇല്ലാത്തവനുമുണ്ട്. ഈ ഉള്ളവനും ഇല്ലാത്തവനും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ അതിനെ ബ്രിഡ്ജ് ചെയ്യാനാണ് പരിശുദ്ധമായ പ്രവാചകൻ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തത്വസംഹിത നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ആദർശത്തിൻ്റെ ഏറ്റവും, അല്ലെങ്കിൽ ആ ഉള്ളവൻ ഇല്ലാത്തവന് വേണ്ടി തൻ്റെ സമ്പത്ത് പങ്കുവെക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമില്ലാത്തവനായിട്ട് ആരോഗ്യവാൻ്റെ ആരോഗ്യം മറ്റുള്ളവനായി പങ്കുവെക്കേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെ പങ്കുവെക്കുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ പ്രകൃതി നിയമം ഏകദേശം അത് എന്താ പറയുക, ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് നിർത്താൻ കഴിയുകയുള്ളൂ. ആ ബാലൻസ് ചെയ്യാനുള്ള വ്യത്യസ്തമായ വേദികളും പ്രവർത്തനങ്ങളും ആളുകളും വ്യക്തികളും ഒക്കെയായി ലോകത്ത് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് തത്വശാസ്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ തത്വശാസ്ത്രങ്ങളും അതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുമാണ് ഇവിടെ സത്യത്തിൽ ഈ ലോകത്തെ ഇതുപോലെ ഉള്ളവനെയും ഇല്ലാത്തവനെയും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു പ്രസ്ഥാനമായി തീർച്ചയായിട്ടും കൊണ്ടോട്ടിയിൽ ബിസ്മി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്ക് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അമ്മാബി നിയമത്തി റബ്ബിക്ക ഫഹദ്ദിസ് എന്ന് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ നിസ്കാരത്തിൽ പോലും ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്തിലൊരു വാക്യമാണ്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷേ നമ്മൾ പലപ്പോഴും ഇല്ലാത്തതിൻ്റെ പരിഭവം പറയുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇല്ലാത്തതിൻ്റെ പരിഭവം പറയുന്നതിനൊപ്പം ഇല്ലാത്തതിൻ്റെ പരാതി പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നുള്ളതാണ്. വമ്മാബിൻ യോമത്തി റബ്ബിക്ക ഫഹദ്ദിസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും, ആദ്യം മുസ്ലിങ്ങളായ എല്ലാ ആളുകളും ആദ്യം പറയും അൽഹംദുലില്ല എന്ന് പറയും. ആ അൽഹംദുലില്ലയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹം വാക്കുകൾ കൊണ്ട് മാത്രം നമ്മൾ മുഴിഞ്ഞാൽ മാത്രം പോരാ, മറിച്ച്
ഈ അനുഗ്രഹം മറ്റുള്ളവർക്കായി നമ്മൾ പങ്കുവെക്കുക കൂടി ആണ് സത്യത്തിൽ അള്ളാഹുവിൻ്റെ നിയമം എന്ന് പറയുന്നത്. അതാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരുപാട് പരിഭവങ്ങളുള്ള, ഒരുപാട് പ്രയാസങ്ങളുള്ള, ഒരുപാട് പ്രാരാബ്ധങ്ങളുള്ള മനുഷ്യജീവനുകൾ നമ്മുടെ കൂടെയുണ്ട്. ആ മനുഷ്യജീവനുകൾക്ക് നമ്മൾ തണലേകാൻ കഴിയുമോ? അപ്പോഴാണ് നമ്മൾ ഒരു പക്ഷേ മരണത്തെപ്പോലും അതിജീവിക്കാൻ കെൽപ്പുള്ള, പ്രാപ്തിയുള്ള, അനാരോഗ്യത്തെപ്പോലും നമുക്ക് എന്തു പറയുക മറികടക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ പാകപ്പെടുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ബഷീർഖാനെ തന്നെ ഞാൻ ഉദാഹരണമായി എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം ഇപ്പോഴും ഞാനിവിടെ കയറി വന്നപ്പോൾ ഒരു 6 മാസം മുമ്പ് കണ്ട ബഷീർക്ക അല്ല ഇപ്പോൾ. അന്ന് ഞാനൊരു പരിപാടിക്ക് വന്നപ്പോൾ ബഷീർക്കയെ ഇതുപോലെയുള്ള ഒരു കസേരയിലെടുത്ത് എല്ലാവരും ബിസ്മിയുടെ പ്രവർത്തകന്മാർ ഈ വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ ഡോക്ടർമാർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള ചികിത്സ നടത്താതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അദ്ദേഹം ഇന്നും ആരോഗ്യ ദൃഢഗാത്രനായി ഈ ബിസ്മിയുടെ മുൻനിരയിൽ പ്രവർത്തിക്കാൻ പ്രാപ്തനാക്കിയത്. അള്ളാഹു അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവർക്കായി പങ്കുവെക്കുക. ഇവിടെ പ്രാരാബ്ധമുള്ള മനുഷ്യനുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ തന്നെ നമ്മുടെ സഹജീവികൾ മറന്നു പോകുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടം എന്താണ്? എന്നെ കൂടെ നിർത്താൻ, എന്നെ അരികിലിരുത്താൻ, എനിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ നോട്ടം ഇവിടെ മനുഷ്യൻ്റെ രൂപത്തിൽ എത്തിച്ചു തരാൻ ചില ആളുകളുണ്ട്, ചില പ്രസ്ഥാനങ്ങളുണ്ട്, സഹായിക്കാൻ കൂടെ ആളുണ്ട്, എന്നെ ചേർത്ത് നിർത്താൻ ആളുണ്ട്, ഞാൻ വീഴുന്ന സമയത്ത് എന്നെ കൈപ്പിടിച്ചുയർത്താൻ ചില ആളുകളൊക്കെ ഉണ്ട്, ചില മനുഷ്യരൊക്കെ ഉണ്ട് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രോഗങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രാരാബ്ധങ്ങളും ഒക്കെ അസ്ഥാനത്താവും, ഇല്ലാതെയായി പോകും. ആ മഹത്തായ ജോലിയാണ് ബിസ്മി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസ്മിക്ക് ഇനിയും അങ്ങനെ അഭംഗുരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. അങ്ങനെ എൻ്റെ ഒരു പ്രാർത്ഥിക്കുകയാണ്. ആ രീതി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്ക് അചഞ്ചലമായ വിശ്വാസവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്കൊപ്പമുള്ള കർമ്മവുമാണ് ശരിക്ക് സത്യത്തെ മുന്നോട്ട് ഈ സമൂഹത്തെ തന്നെ അതിൻ്റെ ഏറ്റവും ഒരു നല്ലൊരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള മരുന്നെന്ന് പറയുന്നത്. പ്രയർ ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ, ഗോഡ് ഈസ് ദി ബെസ്റ്റ് ഡോക്ടർ എന്നാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവാണ് ഏറ്റവും നല്ല ഡോക്ടർ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഈ ഉള്ള സ്ഥാപനത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, ഇതിൻ്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടി ഒക്കെ ഉണ്ടാവണം. ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർക്കും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഇഖ്ലാസോടുകൂടി ആളുകളെ സേവിക്കാനുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൊക്കെ ഖൈറും ബർക്കത്തും ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുകൂടി നിങ്ങളോടൊക്കെ വളരെ വിനയത്തോടു കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. ആരുടെയും പ്രാർത്ഥന, ഏറ്റവും പ്രത്യേകിച്ച് മർദ്ദിതൻ്റെ പ്രയാസപ്പെടുന്നവൻ്റെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും അസ്ഥാനത്താക്കുകയില്ല. അത് തീർച്ചയായും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ആ വിധത്തിലേക്ക് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കിട്ടിയ ഈ അവസരത്തിന് അള്ളാഹുവിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, വിളിച്ചതിന് എൻ്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട്, എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ ടി വി ഇബ്രാഹിം MLA, നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി CA നിത ഷഹീർ, പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട KK മുഹമ്മദ് മാസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ PP റഹ്മത്തുള്ള, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി കൗൺസിലറായ റസാക്ക്, ഡോക്ടർ യഹിയ ഖാൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട MLA വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ നമ്മളോട് സംസാരിച്ചു. ഇങ്ങനെയുള്ള നന്മയുടെ കൂടിച്ചേരലുകളിൽ കൂടി വരാനുള്ള മനസ്സിന് അള്ളാഹു മതിയായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നമ്മളോട് സംസാരിക്കാനുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് നിർത്തണമെന്നുള്ളത് കൊണ്ട് ഇനിയും കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ സംസാരിക്കാനുള്ള ബഹുമാനിയായ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി CA നിത ഷഹീറാണ്. അവരെ ആദരപൂർവ്വം നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ് അസ്ലം PK അവറുകൾ, മച്ചകലകത്ത് ബഷീർക്ക,
ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച TV ഇബ്രാഹിം MLA അവറുകൾ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് മാസ്റ്റർ, പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സഹ കൗൺസിലറും ഈ വാർഡിൻ്റെ കൗൺസിലറുമായ റഹ്മത്താക്ക, റസാഖാക്ക, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാവരും പേരുകൾ പറയുന്നില്ല, എല്ലാവരും പറഞ്ഞ പോലെ, പിന്നെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ, അതുപോലെ തന്നെ ഈ പരിപാടി കാണുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്. ആദ്യം തന്നെ ഏറെ സന്തോഷമുണ്ട് ഇത്രയും ഉമ്മമാരുടെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്രയും ചാരിറ്റി പ്രവർത്തനത്തിലോ മാതൃകയായിട്ടുള്ള ഒരു വേദിയിൽ നിന്ന് പറയേണ്ട ഒരു വേദിയിൽ നിന്ന് ആദ്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു വലിയ മാസമായിട്ടുള്ള, അല്ലെങ്കിൽ ഉമ്മമാരെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് ബിസ്മിയിലേക്ക് വരാനും കഴിഞ്ഞത്. ഒരുപാട് പ്രാവശ്യം ഇതിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. ഫിസിയോതെറാപ്പി മേഖലയിലാണെങ്കിലും വിധവകൾക്കുള്ള സംരക്ഷണത്തിൻ്റെ വേദിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷം തോന്നുകയാണ് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. പിന്നെ നമ്മളെപ്പോഴും പറയും ഏതൊരു വ്യക്തിയും ബിസ്മിയിൽ നിന്ന് ആരംഭിക്കണം എന്നുള്ളത്. അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ 1995 അപ്പോൾ ഇപ്പം തോന്നണം 30 വർഷം പിന്നിട്ട് ബിസ്മിയിൽ നിന്ന്, ആ പദത്തിൽ നിന്ന് ആരംഭിച്ചു. ഇപ്പം പാലക്കാട്, മലപ്പുറം, ഒരുപാട് മേഖലയിലുള്ള നമ്മുടെ സഹോദരികളാണ് ഇവിടെ എത്തിയത്. ഉമ്മമാർ തന്നെ പറയാം, അവരാണ് ഇവിടെ എത്തിയത്. ആ പദത്തിൽ നിന്ന് ആരംഭിച്ച് അൽഹംദുലില്ലാ എന്നുള്ള പദത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അല്ലേ. നമ്മളെ പ്രാർത്ഥനയും, ഞാൻ ഇവരുടെ ഒരു മാഗസിൻ വായിക്കാൻ ഇടയായി. അപ്പോൾ വായിക്കുന്ന സമയത്ത് 3 പേഷ്യൻ്റ് അല്ലെങ്കിൽ 3 ആളിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭം ഇപ്പം 2000 ആളിലേക്ക് എത്തി എന്ന് പറഞ്ഞത് വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. അത്രയും ആളുകൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ അത്രയും ആളുകൾ കുടുംബത്തിലേക്കുള്ള ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ഇറങ്ങുമല്ലോ, നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിക്കൊണ്ട്. ഇപ്പോൾ ഇവിടെ ബഷീറാക്ക് സൂചിപ്പിച്ചു 30 വർഷം കാലം നല്ല രീതിയിൽ എനിക്ക് ഇവിടെ കൊണ്ടു നടക്കാൻ സാധിച്ചു എന്ന്. എങ്ങനെ സാധിക്കാതെ നിൽക്കുക? നമ്മളെ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് വലത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇടത് കൈ അറിയരുത് എന്നുള്ളത്. ആ വലത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ആളുകൾ വേണ്ടിയിട്ട് വലത് കൈ കൊണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഇത്രയും ഉമ്മമാരെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും ബിസ്മി ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടേ നിൽക്കും. ബിസ്മിയുള്ള പദത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു പ്രസ്ഥാനം. ആ പദത്തിനെ നമ്മൾ ഞാനൊക്കെ ഈ തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൗൺസിലറായ സമയത്ത് ഇതുപോലെ ഒരു പ്രസംഗം ശ്രദ്ധിക്കപ്പെട്ടു. നമ്മളൊക്കെ ഇങ്ങനെ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളാണ്. പഠിച്ചവൻ്റെ ഭാഗത്ത് നിന്ന് നല്ലത് ചെയ്യാൻ കഴിയണം എന്നുള്ള ഒറ്റ കാര്യത്തിൽ വരുമ്പോൾ ആ ഒരു പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കോട്ടുണ്ട്. നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെയും പേര്. ഇത്രയും ആളുകൾ പറയും ഞാൻ ബിസ്മിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബിസ്മിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ബിസ്മിയിലാണ്. അപ്പോൾ എത്ര പുണ്യമാണ് കിട്ടുന്നത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അപ്പം അത്രയും സന്തോഷ നിമിഷത്തിലാണ്. ഒരുപാട് ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുണ്ട്, അവരിൽ നിന്നൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പെൻഷനായാലും ഒരുപാട് ആളുകൾക്കുള്ള പ്രവർത്തനങ്ങളായാലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, ഓരോ പ്രവർത്തനയും മിനിറ്റ്സ് ബുക്ക് ഞാൻ വായിക്കുന്ന സമയത്ത് ഓരോ വർഷവും അതിങ്ങനെ ഉയരുകയും ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി വരികയാണെന്നുള്ളത്. കൂടുതൽ പറയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മളിലുണ്ടാവണം. അതുപോലെ തന്നെ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ഉയരട്ടെ. ഇതുപോലെ നമ്മുടെ ഇവിടെ മാതൃകയായിട്ട് കുറേ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ താഴെ കുറേ മക്കളുണ്ട്. ഇവരെ ഉയർത്തിക്കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മളോട് സംസാരിക്കുന്നത് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട KK മുഹമ്മദ് മാസ്റ്റർ. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എഞ്ചിനീയർ മുഹമ്മദ് അസ്ലം PK, നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ കൊണ്ടോട്ടിയുടെ ബഹുമാന്യനായ MLA TV ഇബ്രാഹിം അവർകളെ, എൻ്റെ സഹപ്രവർത്തക കൂടിയായിട്ടുള്ള നിദ ഷഹീർ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ അവർകളെ, മറ്റ് വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ
വിശിഷ്ട വ്യക്തികളെ, ബിസ്മിയുടെ ഭാരവാഹികളെ, എന്നെ ശ്രവിക്കുന്ന എൻ്റെ മുന്നിലുള്ള സഹോദരി സഹോദരന്മാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, നല്ല അനുഭവത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ പ്രബോധന സമാനമായ പ്രസംഗങ്ങൾ കേട്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. സംഘാടകർ തന്നെ ഈ പരിപാടി സമയബന്ധിതമായി തീർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിയാം. വലിയൊരു തിരക്കിൻ്റെ ഇടയിലാണ് ഇവിടെ വന്നത്. ബിസ്മിയുടെ പരിപാടി ആയതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് വന്നത്. നേരത്തെ MLA പങ്കെടുത്തതുപോലെ ആ നിക്കായിൽ നിന്നാണ് വന്നത്. തിരിച്ച് അവിടെ നിക്കായിലേക്ക് തന്നെ പങ്കെടുക്കേണ്ടതുണ്ട്. ബിസ്മിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഒരുപാട് പ്രചോദനമാണ് ബിസ്മിയുടെ ഈ പ്രവർത്തനം. ഞാൻ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു പ്രസ്ഥാനവും 30 വർഷം അത് ഓരോ വർഷവും അതിൻ്റെ പ്രവർത്തനം ബാഹുല്യം വിപുലപ്പെടുത്തി മുന്നോട്ട് പോകാൻ അതിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തകരാണ് ഇതിൻ്റെ കാരണം. ഈ ആത്മാർത്ഥത എന്ന് മാത്രം പോരാ, നിസ്വാർത്ഥത, അതോടൊപ്പം തന്നെ ഒറ്റ ലക്ഷ്യം, പരമമായ നമ്മുടെ പടച്ച റബ്ബ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് മുഴുവൻ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു ലക്ഷ്യവും കാക്ഷിക്കാതെ ഏറ്റവും ആത്മാർത്ഥമായി ഏതൊരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നോ ആ പ്രസ്ഥാനത്തിന് മാത്രമേ ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഓരോ സ്റ്റെയറുകൾ കയറി വരുമ്പോഴും ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടും. ഏറ്റവും താഴെ നമ്മുടെ ഭിന്നശേഷിക്കാരായ, സാധാരണ നാം അവരെ ഭിന്നശേഷിക്കാർ എന്നല്ല പറയേണ്ടത്, അവർ വിഭിന്ന കഴിവുള്ളവരാണ്, പ്രത്യേക കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ അടുത്ത ഫ്ലോറിലേക്ക് വന്നപ്പോൾ കണ്ടത് നമ്മുടെയൊക്കെ സഹായം കൊണ്ട് നമ്മുടെയൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള അരുമ സന്താനങ്ങളെയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഈ നിൽക്കുന്നത് സഹോദരിമാരായ എൻ്റെ സഹോദരിമാരാണ്. ഇവരൊക്കെ ബിസ്മിയുടെ കാരുണ്യം കൊണ്ട് നമ്മുടെ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ബിസ്മി എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്, തീർച്ചയായിട്ടും മുക്തകണ്ഠം മാതൃകാപരമാണ്. ഞാൻ അതിൻ്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം ചേരാനും താല്പര്യമുണ്ട് എന്ന് ഈ സമയത്ത് നിങ്ങളെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങളെ ക്ഷണിച്ചതിൽ, നിങ്ങളുടെ മുന്നിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലും, ഞങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ കഴിഞ്ഞതിലും ഈ സംഘാടകർ കാണിച്ച സന്മനസ്സിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ വരുന്ന പഞ്ചായത്തിൻ്റെ പദ്ധതികളിലൊക്കെ നിങ്ങളെ കണ്ടുകൊണ്ട് പദ്ധതി നിർവഹിക്കാൻ കഴിയും എന്ന് ഉറച്ച ഒരു പ്രഖ്യാപനം നിങ്ങളുടെ മുന്നിൽ നടത്തിക്കൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും സംഘാടകർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയട്ടെ, നിങ്ങൾക്ക് ഇനിയും അതിൻ്റെ ഗുണം ലഭിക്കട്ടെ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കാൻ കഴിയട്ടെ. സർവ്വരാലും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ പ്രയാസം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഓടി വരുന്ന സരസമായ ഭാഷയിൽ എന്നാൽ പ്രൗഢഗംഭീരമായി തന്നെ നമ്മളോട് സംവദിക്കാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ വാർഡിലെ കൗൺസിലർ റഹ്മത്തുള്ള, അദ്ദേഹത്തെ പ്രിയ സുഹൃത്ത് റഹ്മത്തുള്ളയെ നമ്മുടെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ സുഹൃത്ത് അസ്ലംക, ഈ മഹാജീവകാരുണ്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബഷീർക്ക, ഈ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട ബിസ്മിയുടെ അണിയറ പ്രവർത്തകർ, ഈ അണിയറ പ്രവർത്തകർ സമൂഹത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആളുകളാണ്. നമ്മുടെ സമൂഹത്തിലെ മികച്ചു നിൽക്കുന്ന ആളുകളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ അതിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ടാവും, അഡ്വക്കറ്റുമാരുണ്ടാവും, അങ്ങനെ നിരവധി ആളുകളുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിൽ ആയിരങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ജോലി വിട്ടിട്ട് ഇവിടെ വന്നിരുന്ന് ഈ മഹാപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ
അവരുടെ മനസ്സ് എത്രത്തോളമാണ് ദൈവത്തോട് അള്ളാഹുവിനോട് അടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ബിസ്മി എന്ന് പറയുന്നത് ഇന്ന് മലബാറിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ കേന്ദ്രമാണ്. 3-4 ജില്ലകൾക്കുമപ്പുറം ഈ ബിസ്മിയുടെ ജീവകാരുണ്യത്തിൻ്റെ സഹായഹസ്തങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. രാഷ്ട്രീയക്കാർക്ക് ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയത്തിൽ മുന്നണികളുണ്ട്, പാർട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ്. പക്ഷെ ബിസ്മിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ദൈവത്തിൻ്റെ പ്രീതി മാത്രം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന വളർന്ന് ഒരുപാട് ആളുകൾക്ക് ഈ സംഘടനയുടെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന 10,000-ങ്ങൾക്ക് ആശ്വാസമേകാൻ കഴിയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് എന്താണ് എന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ 2 ചോയ്സാണ്. ഒന്നാമത്തെ ചോയ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന കൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളെ നിങ്ങൾ സഹായിക്കുക. ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനും ഈ പ്രസ്ഥാനം കൊണ്ട് നടക്കാനും ഒക്കെ ഉള്ള ആഫിയത്ത്, അതിനുള്ള ആരോഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നിങ്ങൾ ഒന്നാമത് നിലപാട് സ്വീകരിക്കേണ്ടത്. അപ്പോൾ വളരെ ചുരുങ്ങിയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് മികച്ച ഒരു മനുഷ്യനാകാൻ കഴിയുക, അല്ലെങ്കിൽ മികച്ച ഒരു സഹജീവിയാകാൻ കഴിയുക എന്നുള്ള ചോദ്യം നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിനൊക്കെ ഉത്തരമാണ് ബിസ്മി എന്നുള്ളത്. അപ്പോൾ ഈ ബിസ്മിയെ നിങ്ങൾ സഹായിക്കുക എന്ന് നിങ്ങളോട് വീണ്ടും ഉണർത്തിക്കൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സെല്ല്, അതോടൊപ്പം തന്നെ യതീം കുട്ടികളെ സംരക്ഷിക്കുന്ന മറ്റൊരു സെല്ല്, ആർക്കാണോ ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടി മറ്റൊരു സെല്ല്, രോഗികളെ കൃത്യമായി ശുശ്രൂഷിക്കുന്ന മെഡിക്കൽ വിഭാഗം, തളർന്നു കിടക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വിഭാഗം, മാനസികാരോഗ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസമൊക്കെ ബിസ്മിയുടെ അടുത്ത് വരുമ്പോൾ ദൂരീകരിക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നു. അപ്പോൾ ബിസ്മിയെ സംരക്ഷിക്കേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, സഹജീവിയെ പിടിച്ചുയർത്താൻ, അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് 2 മാർഗമാണ്. ഒന്ന്, അവനെ കൈയോടുകൂടി മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള സഹായം. 2, ആ പ്രസ്ഥാനത്തിനും വ്യക്തികൾക്കും നാളെ ഇതിന് തക്കതായ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഉദാത്തമായ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബിസ്മിയെ ഉൾപ്പെടുത്തുക. ഇനിയും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ആശ്വാസ കേന്ദ്രം വലിയൊരു തണലായി മാറട്ടെ എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസല്ലം. ബിസ്മിയുടെ ഈ 30-ാം വർഷത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ മഹാസംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ കൂടിച്ചേരുന്ന ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. ഈ മഹത്തായ സംഗമത്തിന് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനിയായ MLAക്ക് ഈ ബിസ്മിയുടെ പേരിൽ ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ സംഗമത്തിന് ആശംസകൾ അറിയിച്ചിരിക്കുന്ന നമ്മളെ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർമാൻ ശ്രീമതി CA നിത ഷഹീർ, പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് മാസ്റ്റർ, നമ്മോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ച റഹ്മത്തുള്ള സാഹിബ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരന്മാർ, സ്റ്റേജിൽ ഒരുപാട് ആൾക്കാരുണ്ട്.
എല്ലാവർക്കും, നമ്മളെ സഹോദരി സഹോദരന്മാർക്ക് നമ്മൾ പ്രത്യേകം ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ഭിന്നശേഷി ആൾക്കാർ, എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ബിസ്മിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബിസ്മി എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് നമ്മുടെ പഠന സെഷൻ ആരംഭിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ യഹിയ ഖാനാണ്. ഷിറാക്ക സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹത്തെ പറ്റി സൂചിപ്പിച്ചു. അദ്ദേഹത്തെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു.